കെ.എം. മാണി രാജിവെച്ചൊഴിയുമ്പോൾ ആ രാജിക്ക് പിന്നിൽ പീപ്പിൾ TV കൊണ്ടുവന്ന ഒരു വാർത്തയാണ് എന്ന് ഞങ്ങൾ പറയുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വ്യക്തിയാണ് ഉള്ളത്. ഈ വെളിപ്പെടുത്തലുമായി പീപ്പിളിലൂടെ കേരളീയരോട് സംസാരിച്ച ഡോക്ടർ ബിജു രമേശ്. ഡോക്ടർ ബിജു രമേശ് ആ ദിവസം എത്തിയിരിക്കുന്നു. കെ.എം. മാണി കേസിനെ തുടർന്ന് രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്കൾ സ്വീകരിക്കുമോ? തീർച്ചയായിട്ടും അഭിനന്ദനം എനിക്കല്ല നൽകേണ്ടത്, ഈ മാധ്യമ പ്രവർത്തകർക്ക് ജനങ്ങൾക്കുമാണ് അഭിനന്ദനം നൽകേണ്ടത്. കാര്യം ഇതിനെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് മാധ്യമ പ്രവർത്തകരായിരുന്നു എന്നോടൊപ്പം നിന്ന്. രണ്ടാമത് ഈ പഞ്ചായത്ത് ഇലക്ഷനിലൂടെ വിധിയിലൂടെ അത് ജനങ്ങളും അത് റിഫ്ലക്ട് ചെയ്തു. മൂന്നാമത് കോടതി. ഈ മൂന്ന് തട്ടുകളിലൂടെയാണ് ഇതിന്റെ വസ്തുത ഇത്രയും കൊണ്ടുവരാൻ വരുന്നത്. ഞാൻ വ്യക്തിപരമായും മാനസികപരമായും ഒക്കെ എന്നെ ഒരുപാട് സർക്കാരിന്റെ വിഷയതയും എന്നെ ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തെങ്കിലും ഇതിന്റെ വസ്തുത അതിന്റെ റിസൾട്ട് ഇന്ന് ഏകദേശം വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കേസ് താങ്കൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ട് പിന്നാലെ താങ്കളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ആരോപണം ക്യാമറ കിട്ടിയപ്പോൾ എറിഞ്ഞിട്ടതാണ് എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. താങ്കളുടെ സംഘടനയിൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയുണ്ടായി. സംഘടനാ യോഗത്തിൽ വെച്ച് ഫോണിലെടുത്ത ഓഡിയോ ടേപ്പുകളുമായി താങ്കൾ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ താങ്കൾക്ക് നേരിടുകയുണ്ടായി. താങ്കളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടായ കേസുകൾ പോലും ഇതിന്റെ പേരിലാണ് എന്ന് താങ്കൾ ആരോപിക്കുന്ന സ്ഥിതിയുണ്ടായി. ആ ദിവസങ്ങളിലൂടെ വളരെ പെട്ടെന്നൊന്ന് കടന്നുപോയാൽ. ഇത് തുടക്കം മുതൽ തന്നെ തുടങ്ങിയ ഒരു മൂന്നാമത്തെ ദിവസം തന്നെ എന്നെ ഉന്മൂലനം ചെയ്യുമെന്നുള്ള ഭീഷണിയോടുകൂടിയാണ് കേരള കോൺഗ്രസ് തുടങ്ങുന്നത്. അതിന് ജോൺ കല്ലാട്ടിനെ കൊണ്ട് കണ്ണൂരിലെ അവരുടെ കേരള കോൺഗ്രസിന്റെ സെക്രട്ടറിയെ കൊണ്ട് ജോൺ കല്ലാട്ടിനെ സംസാരിപ്പിക്കുകയും ജോൺ കല്ലാട്ട് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഞാൻ നിഷേധിച്ചുകൊണ്ട് ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ പറയണമെന്നാണ് ആരോപിച്ചത്. അവിടെ തൊട്ടാ തുടങ്ങുന്നത്. അതിനുശേഷം സമ്മർദ്ദങ്ങളായി, പിന്നെ കോടികളുടെ വാഗ്ദാനമായി, 10 കോടി രൂപ വാഗ്ദാനമായി ജോസ് കെ മാണി പ്രത്യക്ഷപ്പെടുന്നു. അതും ജോൺ കല്ലാട്ടിനെ തന്നെ മധ്യസ്ഥനാക്കുന്നു. അതിനുശേഷം ജോസ് കെ മാണി രാധാകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ആളിനെ എന്റെ ഓഫീസിലേക്ക് അയക്കുന്നു. അവർ പറഞ്ഞതിന് എനിക്ക് എന്റെ ഓഫർ അങ്ങോട്ട് തിരിച്ച് ആവശ്യപ്പെട്ട് കൊണ്ടുവരുന്നു. ജോസ് കെ മാണി ഫോണിൽ വിളിച്ചു തരുന്നു. ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല, പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. തുടർന്ന് പല രീതിയിലുള്ള ഉപദ്രവങ്ങളായി എന്നെ എല്ലാ രീതിയിലും എല്ലാ ഗവൺമെന്റ് തലങ്ങളിലുള്ള എല്ലാ മിഷനറിയും എനിക്കെതിരെ തിരിയുന്ന ഒരവസ്ഥയിലേക്കായി. എന്റെ കെട്ടിടം പൊളിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ടാണ് കോട്ടയ്ക്കകത്തുകൂടി കണ്ടാൽ പത്മനാഭ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലൂടെ ഒരു വലിയൊരു ഓട കെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അത് എന്റെ കെട്ടിടം പൊളിച്ച് അതിനകത്തൂടെ ആ ഓട കൊണ്ടുപോകണമെന്നാണ്. അല്ല, ഇതൊക്കെ കുറെ ഡോക്ടർ ബിജു രമേശ്, ഇതൊക്കെ കുറച്ച് ഏശിയില്ലേ? താങ്കൾ ഒരല്പം ഭയപ്പെട്ടില്ലേ? താങ്കൾ കെ.എം. മാണിയുടെ പേര് പറഞ്ഞു, അതിനുശേഷം മന്ത്രി ബാബുവിന്റെ പേര് പറഞ്ഞു, പിന്നീട് ആരാണ്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അതൊന്നും വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല എന്നൊരു നിലപാടിലല്ലേ താങ്കൾ നിൽക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ മാണിയുടെ പേര് പറഞ്ഞപ്പോഴുണ്ടായേക്കാളും പ്രത്യാഘാതങ്ങളാണ് ഗവൺമെന്റ് തലത്തിൽ ബാബുവിന്റെ പേര് പറഞ്ഞപ്പോഴുണ്ടായത്. അപ്പോഴെന്നോട് പല സുഹൃത്തുക്കളും ചില നിയമോപദേശം നൽകുന്ന അഡ്വക്കേറ്റ് പറഞ്ഞ് എല്ലാവരെയും കൂടെ ഒരുമിച്ച് പിടിക്കരുത്, പിടിച്ചാൽ ഈ കള്ളന്മാരെല്ലാവരും കൂടെ ഒറ്റ കെട്ടായിട്ട് നിന്ന് തിരിച്ചടിച്ചെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവർ ശക്തി ആർജിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം മാണിസാറിന്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം അടുത്തതിൽ പിടിക്കാൻ പാടുള്ള എന്ന് ബാബുവിനൊക്കെ ബാബുവിനെ പിടിച്ചത് കൊണ്ടാണ് ബാബുവിന്റെ ക്വിക്ക് വെരിഫിക്കേഷനിൽ തന്നെ ബാബുവിനെ അത് മൂടി വെക്കാനും അത് കഴിയുമ്പോൾ മാണിസാറിനെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള അടുത്ത സഹായം ഈ കേസിന്റെ വിജിലൻസിന്റെ ഇതിലേക്ക് സമ്മർദ്ദം കൂടുതലായി മാണിസാറും സമ്മർദ്ദം കൂടുതൽ ചൊല്ലിച്ച കാര്യം ബാബുവിന്റെ കേസുകൾ ഒതുക്കി തീർക്കുന്ന അവസ്ഥ കണ്ടതുകൊണ്ടാണ് മാണിസാറിന് തിരിച്ചതിലേക്ക് സമ്മർദ്ദം വരികയും മാണിസാറിന് ഈ പെൻഷൻ പോൾ വഴി അദ്ദേഹത്തിന് പുതിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആ കേസ് സമ്മർദ്ദത്തിലൂടെ ഈ കേസ് ഒതുക്കി തീർക്കുന്നതിലേക്കുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. താങ്കൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പറയുകയുണ്ടായി, 25 കോടി രൂപയുടെ ഒരു ഇടപാടാണ് ഇത് മൊത്തം, അതിന്റെ പതുക്കെ താങ്കൾ വെളിപ്പെടുത്തും എന്ന് പറയുകയുണ്ടായി. താങ്കൾ ഇപ്പോഴും ആ അക്കങ്ങളിലും ആ വെളിപ്പെടുത്തും എന്ന സമീപനത്തിലും ഉറച്ചു നിൽക്കുകയാണോ? വെളിപ്പെടുത്തലിന്റെ ദിവസങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവും? വെളിപ്പെടുത്തലിന്റെ ഞാനിപ്പോ എറണാകുളത്ത് ജസ്റ്റ് വന്നെത്തിയത് തന്നെ നാളെ അഡ്വക്കേറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടം ബാബുവിനെതിരെയുള്ള നിയമപരമായുള്ള തുടങ്ങുന്നതിലേക്ക് വേണ്ടി തന്നെയാണ് ഇന്നിപ്പോ എറണാകുളത്ത് എത്തിയിട്ടുള്ളത്. നാളെ അഡ്വക്കേറ്റിന് അതിന്റെ ഫയൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതുമായി സംസാരിച്ചതിന് ശേഷം എങ്ങനെ അത് ഈ കേസുകൾ ബാബുവായിട്ടുള്ള അന്വേഷണത്തെ എങ്ങനെ വിജിലൻസ് തന്നെ രണ്ടാമത് റീ ഇൻവെസ്റ്റിഗേഷൻ വേണോ, CBI എൻക്വയറി വേണം. പക്ഷെ CBI പോലുള്ള സെൻട്രൽ ഏജൻസി അന്വേഷണത്തിൽ വരികയാണെങ്കിൽ
മൊത്തം ഇതുമായി വിജിലൻസിനുള്ള ഒരു പർട്ടിക്കുലർ കേസ് അതുമായിട്ട് മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. പക്ഷെ അതേസമയത്ത് മറ്റ് അന്വേഷണ ഏജൻസികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് അഴിമതികൾ ഉണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കുമെന്നുള്ള ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് എങ്ങനെ വേണം, ഏത് രീതിയിലേക്ക് ആ കേസ് മൂവ് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തതിന് ശേഷം ഞാൻ നാളെ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. വളരെ നന്ദി ഡോക്ടർ ബിജു. താങ്കളെ ഒരുപാട് സമയമായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പരിപാടി അവസാന മിനിറ്റുകളിലേക്ക് എത്തിയപ്പോഴാണ് താങ്കളെ ലഭിച്ചത്. എന്തായാലും ഡോക്ടർ ബിജു രമേശ് തന്റെ നിലപാട് ഈ പരിപാടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. KM മാണിക്ക് പിറകെ അദ്ദേഹം ഉന്നം വെക്കുന്നത്, അദ്ദേഹം ഇതിനകം പേര് വെളിപ്പെടുത്തിയ മന്ത്രി ബാബുവിനെ തന്നെയാണ്. മന്ത്രി ബാബുവിനെതിരായ നിയമ നടപടികൾ താൻ ആരംഭിക്കുകയാണ് എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം ഇപ്പോൾ പീപ്പിൾ TV യിൽ വീണ്ടും നടത്തിയിരിക്കുന്നത്.